ഹായ് ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് നല്ല സ്നാക്സിൻ്റെ റെസിപ്പി ഉണ്ട് കേട്ടോ. ഗോതമ്പ് പൊടിയും കൊണ്ട് വെറും 3 ചേരുവ കൊണ്ട് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഒരു ഈവനിങ് സ്നാക്കാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ടും കാണുന്നതിനോടൊപ്പം തന്നെ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യാനും മറക്കല്ലേ കേട്ടോ. കൂടെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ഇതാ ഞാൻ രാവിലെ തന്നെ പാല് അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. പാല് കാച്ചാനായിട്ടാണ് കേട്ടോ. അപ്പോൾ അത് അടുപ്പത്തേക്ക് വെച്ചതിന് ശേഷം ഇനിയിപ്പോൾ റൈമോൾക്ക് സ്കൂളിലേക്ക് കൊണ്ടുപോകാനുള്ള ഉപ്പേരി റെഡിയാക്കാനുണ്ട്. അപ്പോൾ ഉപ്പേരിക്കുള്ള സാധനങ്ങളൊക്കെ അരിഞ്ഞ് വെച്ചിരിക്കുകയാണ് കേട്ടോ. പച്ചമുളകും അതുപോലെ തന്നെ ഒരു ചെറിയ കഷ്ണം സവാളയൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഉപ്പേരി ഉണ്ടാക്കാനായിട്ട് പോവുകയാണ് കേട്ടോ. അപ്പോൾ ബീട്രൂട്ട് ഉപ്പേരിയാണ് ഉണ്ടാക്കുന്നത്. പച്ചക്കറികളൊക്കെ കൊടുത്ത് വിട്ട് കഴിഞ്ഞാൽ സ്കൂളിലേക്ക് പോകുന്ന സമയത്ത് തന്നെ അവൾ ഇതൊക്കെ കഴിക്കുകയുള്ളൂ. അല്ലാത്ത ദിവസങ്ങളിലൊന്നും അധികം ഇതൊന്നും വീട്ടിലിരിക്കുമ്പോഴൊന്നും കഴിക്കാറില്ല. സ്കൂളിലാകുമ്പോൾ ടീച്ചേഴ്സൊക്കെ കഴിക്കുമെന്നും പറഞ്ഞ് അങ്ങനെ നിർബന്ധിക്കുന്നത് കൊണ്ട് അവൾ കഴിക്കാറുണ്ട് കേട്ടോ. അങ്ങനെ ഇപ്പോൾ ബീട്രൂട്ടൊക്കെ അടുപ്പത്തേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്, വേകാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒരു അടുപ്പിൽ ചായയാണ് കേട്ടോ വെക്കുന്നത്. അപ്പോൾ അടുപ്പ് മാറ്റി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഒരടുപ്പ് ചെറുതായി കത്തുള്ളൂ, അതുകൊണ്ട് ചെറുതായി കത്തുന്ന അടുപ്പിലേക്ക് ഉപ്പേരി വേവാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ചായ കൂടി വെക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ചായയൊക്കെ ആയി. ഇനിയിപ്പോൾ റൈമോൾക്കുള്ള ദോശയൊന്ന് ചുട്ടെടുക്കുകയാണ്. ഇപ്പോൾ രാവിലെ ഇതുപോലെ സിമ്പിളായിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് തന്നെ ഞാൻ എപ്പോഴും ഉണ്ടാക്കുന്നുള്ളൂ. റൈമോൾക്ക് അധികവും ദോശയും ഇഡ്ഡലി അങ്ങനെയുള്ളതൊക്കെ തന്നെയാണ് ഇഷ്ടം. പിന്നെ പൂരി അങ്ങനെയുള്ളതൊക്കെ ഹെവി ആയിട്ടുള്ളതൊക്കെ ഞാൻ സൺഡേ സാറ്റർഡേ ദിവസങ്ങളിലൊക്കെ ഉണ്ടാക്കാറുള്ളൂ കേട്ടോ. അങ്ങനെ ദോശയൊക്കെ റെഡിയായി, അവൾക്ക് കഴിക്കാനുള്ളതൊക്കെ കൊടുത്തു. ഇനിയിപ്പോൾ ലഞ്ച് ബോക്സ് റെഡിയാക്കി എടുക്കാനുണ്ട്. ലഞ്ചും സ്നാക്സൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കണം. അപ്പോൾ ചോറ് ഒരു പാത്രത്തിലേക്ക് ആക്കി കൊടുക്കുന്നുണ്ട്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയും ഉപ്പുമാണ് ഇട്ട് കൊടുക്കുന്നത്. കറി അധികവും ഒഴിക്കാറില്ല കേട്ടോ. ഇനി കറി ഒഴിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും ആവുമെന്ന് കരുതിയിട്ടാണ്. പ്രത്യേകിച്ച് അവൾ കഴിക്കില്ല കേട്ടോ. അപ്പോൾ അതാക്കി കൊടുത്തതിന് ശേഷം വേറൊരു പാത്രത്തിലേക്ക് ഇനി ഉപ്പേരിയാക്കി കൊടുക്കുന്നുണ്ട്. അങ്ങനെ ചോറും അതുപോലെ പെരിയും റെഡിയാക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ സ്നാക്സാണ് കേട്ടോ കൊടുക്കാനായിട്ട് പോകുന്നത്. അതിനിതാ കുറച്ച് മുറുക്കാണ് ഇതിലേക്ക് ആക്കി കൊടുക്കുന്നത്. റൗണ്ട് മുറുക്കില്ലേ, അതാണ് കേട്ടോ. ഇനി തലേ ദിവസം വൈകുന്നേരം ഞാൻ ഉണ്ടാക്കിയിരുന്ന കേക്കാണ് കേട്ടോ, റവ കൊണ്ടുണ്ടാക്കിയത്. ഇതിൻ്റെ റെസിപ്പി ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ കണ്ടു നോക്കുക കേട്ടോ. അപ്പോൾ അതുകൂടി ആക്കി കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ വെള്ളം ആക്കി കൊടുക്കുന്നുണ്ട്. അങ്ങനെ ലഞ്ചും സ്നാക്സും എല്ലാം തന്നെ റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ എപ്പോഴും ലഞ്ചും സ്നാക്സൊക്കെ ഡയറക്റ്റ് ബാഗിലോട്ട് വെച്ച് കൊടുക്കുകയാണ് ചെയ്യൽ. അപ്പോൾ അങ്ങനെ വെച്ച് കൊടുക്കുമ്പോൾ അവൾ ബാഗിലൊക്കെ ആക്കിയിട്ട് വരലുണ്ട്. അപ്പോൾ ഞാൻ ഇന്ന് എന്താ ചെയ്യുന്നത് വെച്ചാൽ കവറിലാക്കിയിട്ട് ബാഗിലോട്ട് വെച്ച് കൊടുക്കുകയാണ് കേട്ടോ. സ്നാക്സിൽ പിന്നെ പോകാനായിട്ടൊന്നും ഇല്ലാത്തത് കൊണ്ട് ഞാൻ അങ്ങനെ സ്നാക്സ് വെച്ച് കൊടുത്തു. എന്നിട്ട് കവറിലാക്കിയിട്ടാണ് ഞാൻ ബാക്കിയുള്ളതൊക്കെ വെച്ച് കൊടുക്കുന്നത് കേട്ടോ. ഇല്ലാന്നുണ്ടെങ്കിൽ അവൾ വരുമ്പോഴേക്കും ബാഗിലൊക്കെ എല്ലാം തന്നെ ആക്കിയിട്ടുണ്ടാവും. അപ്പോൾ പിന്നെ ആകെ വൃത്തികേടാകും. പിന്നെ ബാഗ് കഴുകിയിടേണ്ട അവസ്ഥ. പിന്നെ ഈ മഴയാകുമ്പോൾ പ്രത്യേകിച്ച് ബാഗ് കഴുകിയിട്ടാലൊന്നും ഉണങ്ങിയും കിട്ടില്ല കേട്ടോ. അങ്ങനെ ഇപ്പോൾ മുജിക്ക പോകാനായിട്ട് നിൽക്കുമ്പോൾ കുട്ടികൾക്കൊക്കെ കൊടുത്തിട്ട് പോകുന്ന സീനാണ് കേട്ടോ ഈ കാണുന്നത്. അങ്ങനെ മുജിക്കയൊക്കെ പോയതിന് ശേഷം റൈമോളുടെ ബാഗൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കുകയാണ്. ബാഗിലോട്ട് ബുക്സൊക്കെ വെച്ച് കൊടുക്കുന്നുണ്ട്. ബാഗിൽ കറക്റ്റ് ടൈം ടേബിൾ പ്രകാരമാണ് ബുക്കൊക്കെ വെക്കാറ്. അപ്പോൾ ഞാൻ രാത്രി വെക്കാനായിട്ട് മറന്നു പോയിട്ടുണ്ടായിരുന്നു. എപ്പോഴും രാത്രിയാണ് വെച്ച് കൊടുക്കാറ്. അപ്പോൾ ഇന്ന് നേരം വൈകിയത് കൊണ്ട് പെട്ടെന്ന് വെച്ച് കൊടുക്കുകയാണ് കേട്ടോ. അങ്ങനെ തനിമോളാണെച്ചാൽ കറക്റ്റ് 7 മണിക്ക് തന്നെ എണീക്കുകയും ചെയ്തു, ഒപ്പം തന്നെ എണീക്കുകയും ചെയ്തു കേട്ടോ. അങ്ങനെ ഇപ്പോൾ റൈമോളിനെ മാറ്റി കൊടുക്കുകയാണ്. തലയൊക്കെ ചീവി കൊടുക്കുകയാണ്. തല ചീവി കൺമഷി പൗഡറൊക്കെ ഇട്ട് ഷോക്സും ഷൂവും ഒക്കെ ഇട്ട് കൊടുക്കുന്ന തിരക്കിലാണ് കേട്ടോ. അതിൻ്റെ ഇടയിൽ തനിമോള് വന്നിട്ട് ഒരേ ബഹളമാണ്. അവൾ റൈമോളുടെ മുടി പിടിച്ച് വലിക്കുക, ചീപ്പ് പിടിച്ച് വലിക്കുക. എന്തായാലും അവൾ കറക്റ്റായിട്ട് എപ്പോഴും ഇതേപോലെ തന്നെയാണ്. ഇവൾ മാറ്റുന്ന നേരത്ത് നോക്കി അവൾ എണീക്കും ചെയ്യും കേട്ടോ. അങ്ങനെ അവളുടെ മാറ്റലൊക്കെ കഴിഞ്ഞതാ എല്ലാവരും കൂടി നിൽക്കുകയാണ് കേട്ടോ. ഇനിയിപ്പോൾ എല്ലാവരും പോകാനുള്ള പുറപ്പാടിലാണ്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ വീണ്ടും വീട്ടിലോട്ട് എത്തിയതിന് ശേഷം ഭക്ഷണം കഴിക്കുകയാണ് കേട്ടോ. അപ്പോൾ ദോശ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ തനിമോൾക്കും കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ 5 മണിക്ക് എണീറ്റിട്ട് ഇതുവരെ ആയിട്ടൊന്നും കഴിച്ചിട്ടില്ല. ഒരു ഗ്ലാസ് ചായ പോലും കുടിച്ചിട്ടില്ല കേട്ടോ. കാരണം റൈമോളിനെ പറഞ്ഞയക്കാനുള്ള തിരക്കിൽ
സത്യം പറഞ്ഞാൽ നമ്മളൊക്കെ അതൊക്കെ മറന്നു പോകും. എല്ലാ പേരൻസും ഇതേപോലെ തന്നെയാണെന്ന് കരുതുന്നു. അപ്പോൾ അതാ തനിമോൾക്ക് അതിൻ്റെ ഇടയിൽ കയ്യിൽ ഒരു പൊട്ട് കൊടുത്തിട്ട് അവൾ നടന്ന് കഴിക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ എന്തോ ഒരു മുളക് കടിച്ചെന്ന് തോന്നുന്നു. ജസ്റ്റ് കുറച്ച് നേരം ഇങ്ങനെ ഒന്ന് പതറി നിന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ കുഴപ്പമില്ല കേട്ടോ, ശരിയായി. അങ്ങനെ ഇതാ അതൊക്കെ കഴിഞ്ഞ് തനിമോളിനെയൊക്കെ കുളിപ്പിച്ച് ഉറക്കി കഴിഞ്ഞതിന് ശേഷം അവൾക്കുള്ള ഫുഡൊക്കെ കൊടുത്തതിന് ശേഷം ഇതാ വീണ്ടും അടുക്കളയിലോട്ട് വന്നിരിക്കുകയാണ്. ഇനിയിപ്പോൾ വെക്കാനായിട്ട് പോകുന്നത് വെണ്ടയ്ക്ക ഉണ്ടായിരുന്നു. ഇതിപ്പോൾ ഒരാഴ്ചയായിട്ട് ഞാൻ ഈ വെണ്ടയ്ക്ക ഫ്രിഡ്ജിൽ വെച്ചിട്ട് എന്നിട്ട് കണ്ടോ നല്ല ഫ്രഷായി തന്നെ ഇരിക്കുന്നത് കണ്ടോ. എന്താണെന്ന് വെച്ചാൽ ഇതുപോലെ കവറിൽ കെട്ടി വെക്കുകയാണെന്നുണ്ടെങ്കിൽ വെള്ളമൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ ഫ്രഷായി തന്നെ ഇരിക്കും കേട്ടോ. അപ്പോൾ അതാ ഇനിയിപ്പോൾ അതൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾ എപ്പോഴും വെണ്ടക്ക വെറുതെ ഫ്രിഡ്ജിലോട്ട് ഇട്ട് കൊടുക്കാതെ ഇതുപോലെ കവറിൽ കെട്ടിയിട്ട് വെച്ച് നോക്കൂ കേട്ടോ. വെക്കാത്തവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് ഇതുപോലെ ചെയ്ത് നോക്കൂ. അങ്ങനെ ഇപ്പോൾ ഇതാ വെണ്ടയ്ക്കൊക്കെ അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്കുള്ള ബാക്കിയുള്ള സാധനങ്ങളൊക്കെ ഒന്ന് അരിഞ്ഞെടുത്ത് വെക്കണം കേട്ടോ. അപ്പോൾ ഇതാ ചെറുള്ളിയും പച്ചമുളകും തക്കാളിയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. നന്നായി തന്നെ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഇതാ തക്കാളി അരിഞ്ഞെടുക്കുകയാണ് കേട്ടോ. അപ്പം ഞാൻ പുളി ചേർക്കാതെയാണ് ഉണ്ടാക്കാറ്. അപ്പോൾ തക്കാളി അത്യാവശ്യം വലുപ്പത്തിലുള്ള 3 തക്കാളി ഞാൻ എടുത്തിട്ടുണ്ട്. എല്ലാം തന്നെ ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് ആദ്യം തന്നെ ഒന്ന് അരിഞ്ഞെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അങ്ങനെ ഇപ്പോൾ ഇതാ തക്കാളിയൊക്കെ അരിഞ്ഞെടുത്തു. ഇനിയിപ്പോൾ ഇതാ പച്ചമുളക് അരിഞ്ഞെടുക്കുകയാണ്. അപ്പോൾ അത് നടുകി ഒന്ന് ജസ്റ്റ് കീറുന്നേ ഉള്ളൂ കേട്ടോ. അങ്ങനെ പച്ചമുളകും കട്ട് ചെയ്തതിന് ശേഷം ഇനിയിപ്പോൾ ഇതാ ചെറിയുള്ളിയും ജസ്റ്റ് ഒന്ന് മുറിച്ചെടുക്കുന്നുണ്ട്. പിന്നെ ആദ്യം തന്നെ നമ്മൾ കറിക്കുള്ള എല്ലാം തന്നെ റെഡിയാക്കി കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ പണികളൊക്കെ എളുപ്പമാക്കാനായിട്ട് സാധിക്കും കേട്ടോ. അപ്പോൾ ഇതാ എല്ലാം തന്നെ അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതാ കറി വെക്കാനായിട്ട് പോവുകയാണ് കേട്ടോ. അപ്പോൾ മൺചട്ടി അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അതിലേക്ക് ഓയിലൊക്കെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ വെണ്ടയ്ക്ക ഇട്ട് കൊടുക്കുകയാണ് ഒന്ന് വാട്ടിയെടുക്കാനായിട്ട്. അപ്പോൾ ഞാൻ ഈ പണികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ഉമ്മ അടിക്കലും തുടയ്ക്കലും അങ്ങനെയുള്ള പണികളൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പണികളൊക്കെ പെട്ടെന്ന് തീരുകയും ചെയ്യുമല്ലോ. ഒരാളൊരു പണി ചെയ്യുമ്പോൾ വേറെ അടുത്ത ആളുണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ പണികൾ തീർക്കുകയും ചെയ്യാം. അപ്പോൾ ഉമ്മ അടിക്കൽ തുടയ്ക്കലൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാനിപ്പോൾ ഇതാ കറിയൊക്കെ ആയിട്ടുണ്ട്. ഇതിലേക്ക് തേങ്ങാരപ്പൊക്കെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇത് നന്നായി തന്നെ തിളച്ച് വരുമ്പോൾ ഇനി ഇതിലേക്ക് താളിപ്പൊക്കെ ഒന്ന് ഒഴിച്ചു കൊടുക്കണം. അപ്പം ഞാൻ തിളയ്ക്കാനായിട്ട് വെച്ചിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതാ കറിയൊക്കെ നന്നായി തിളച്ചിട്ടുണ്ട്. അത് ഓഫ് ചെയ്തിട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതാ അതിലേക്കുള്ള കടുകും കറിവേപ്പിലേക്കും ഒന്ന് താളിച്ച് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഇപ്പോൾ കറിയും എല്ലാം തന്നെ റെഡിയായി. ഉച്ചയ്ക്കുള്ള എല്ലാം തന്നെ റെഡിയായി. മീൻ പിന്നെ മുജിക്ക് ഉച്ചയ്ക്ക് വന്നപ്പോൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു, പൊരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊന്നും ഞാൻ വീഡിയോ എടുത്തില്ല. അങ്ങനെ പണിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാനിതാ എല്ലാം തന്നെ ഒന്ന് ക്ലീൻ ചെയ്ത് വെക്കുകയാണ് കേട്ടോ. മിക്സിയൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കി വെക്കുകയാണ്. നമ്മളെടുക്കുന്ന ഏതൊരു സാധനം ഇതുപോലെ നല്ല വൃത്തിയാക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ എപ്പോഴും നീറ്റായി കിടക്കും കേട്ടോ. അപ്പോൾ അതാ അതൊക്കെ ഒന്ന് മിക്സിയൊക്കെ ഒന്ന് ഇനി എടുത്ത് വെക്കുകയാണ് കേട്ടോ. ഒക്കെ തുടച്ചെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ തറയ്ക്ക് ഒന്ന് നന്നായി തന്നെ ഒന്ന് തുടച്ചെടുക്കണം. അപ്പം ഞാനിതാ ഇത്തിരി ലിക്വിഡ് ഒഴിച്ചിട്ട് നന്നായി തന്നെ സ്പോഞ്ച് വെച്ചിട്ട് ഒന്ന് ഉരച്ചെടുക്കുന്നുണ്ട് കേട്ടോ. നന്നായി തന്നെ ഒന്ന് ഉരച്ചെടുക്കുന്നുണ്ട്. ചെളിയൊക്കെ നന്നായി തന്നെ ഒന്ന് പോയി കിട്ടാനായിട്ടാണ്. അപ്പോൾ ഡെയിലി ഒന്നും ഞാൻ ഇതുപോലെ ചെയ്യില്ല. ഞാൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒന്നരാടം ചെയ്യും, അല്ലെങ്കിൽ 2 ദിവസം കൂടുമ്പോഴൊക്കെ ചെയ്യും. അങ്ങനെയൊക്കെയാണ് ഞാൻ ചെയ്യാറ് കേട്ടോ. അപ്പോൾ ഇതാ നന്നായി തന്നെ ഒന്ന് ഉരച്ചെടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഇതാ ആദ്യം നനഞ്ഞ തുണി വെച്ചിട്ട് നല്ലോണം നനഞ്ഞ തുണി വെച്ചിട്ട് ഒന്ന് തുടച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. ആദ്യം ആ സോപ്പൊക്കെ നന്നായി തന്നെ ഒന്ന് തുടച്ചെടുത്തതിന് ശേഷം ഒന്നുകൂടി ഒന്ന് പിഴിഞ്ഞിട്ട് നന്നായി പിഴിഞ്ഞതിന് ശേഷം രണ്ടാം വരി ഒന്നുകൂടി ഒന്ന് തുടച്ചെടുക്കുന്നുണ്ട്. അങ്ങനെ എല്ലാം ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് എല്ലാം തന്നെ തറയൊക്കെ ഒന്ന് വൃത്തിയാക്കി ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഗ്യാസൊക്കെ വെച്ച ഭാഗം ഒന്നുകൂടി ഒന്ന് വൃത്തിയാക്കാനുണ്ട്. അപ്പോൾ അതാ അതുകൂടി ഒന്ന് തുടച്ച് വൃത്തിയാക്കി എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ എല്ലാം തന്നെ സാധനങ്ങളൊക്കെ എടുത്ത് ഒക്കെ ഒന്ന് ഒതുക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അതുകൂടി തുടച്ചിടുകയാണ് കേട്ടോ. അപ്പോൾ അതാ ഗ്യാസൊക്കെ തന്നെ നന്നായി തന്നെ ഒന്ന് തുടച്ചെടുക്കുന്നുണ്ട്. അധികം ചളിയൊന്നുമില്ല. ഞാൻ രാവിലെ ഒന്ന് ക്ലീൻ ചെയ്തിട്ടുണ്ടായിരുന്നു, നന്നായി തന്നെ ഉരച്ച് കഴുകിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വൈകുന്നേരം ആയപ്പോൾ എന്തെങ്കിലും ഒന്ന് സ്നാക്സ് ഉണ്ടാക്കാനായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഗോതമ്പ് പൊടിയും കൊണ്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ 1 കപ്പ് ഗോതമ്പ് പൊടി ഞാൻ ഒരു പാത്രത്തിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഗോതമ്പ് പൊടി ഇല്ലാന്നുണ്ടെങ്കിലും കുഴപ്പമില്ല, മൈദ വേണമെങ്കിലും എടുക്കാം, ഇല്ലാന്നുണ്ടെങ്കിൽ റവയാണെങ്കിലും കുഴപ്പമില്ല കേട്ടോ. റവ എടുക്കുമ്പോൾ 1 കപ്പ് എടുക്കുമ്പോൾ അതൊന്ന് മിക്സിയിൽ പൊടിച്ചിട്ട് വേണം എടുക്കാനായിട്ട്. പിന്നെ ഇതിലേക്ക് ഇതാ 3 ടേബിൾ സ്പൂൺ അളവിൽ തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് ഒരു
2-2.5 ടേബിൾ സ്പൂൺ അളവിൽ പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിൽ കൂടുതൽ വേണമെങ്കിലും ഇട്ട് കൊടുക്കാം. മധുരം കൂടുതൽ ഇഷ്ടപ്പെടുന്നവർക്ക് 4-4.5 ടേബിൾ സ്പൂൺ അളവിൽ ഇട്ട് കൊടുക്കാം കേട്ടോ. പിന്നെ ഒരു നുള്ള് സോഡാപ്പൊടിയില്ലേ, ബേക്കിംഗ് സോഡ, നമ്മൾ ദോശയ്ക്കൊക്കെ ഇടില്ലേ അപ്പക്കാരം, അതുകൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് നന്നായി തന്നെ മിക്സ് ചെയ്തെടുക്കുക. സിമ്പിളാണ് കേട്ടോ, സിമ്പിളായി ഉണ്ടാക്കാൻ പറ്റിയൊരു സ്നാക്കാണ്. എല്ലാവർക്കും ഉണ്ടാക്കിയെടുക്കാം. ഗോതമ്പ് പൊടിയൊക്കെ മിക്കവരുടെ വീട്ടിലും ഉണ്ടാവുമല്ലോ. അപ്പോൾ കുട്ടികൾക്കൊക്കെ വൈകുന്നേരം ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ നല്ല സിമ്പിൾ സ്നാക്കാണ് കേട്ടോ. ഇതിലേക്ക് ഇനി നല്ല ചൂടുള്ള വെള്ളമല്ലേ, തിളച്ച വെള്ളം വേണം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാനായിട്ട്. അപ്പോൾ ഞാൻ സാധാരണ ചപ്പാത്തിക്ക് കുഴക്കില്ലേ, ആ ഒരു പരുവത്തിലാണ് ഞാനിത് കുഴച്ചെടുക്കുന്നത്. അപ്പോൾ നിങ്ങളെ പൊടിക്കനുസരിച്ച് ചപ്പാത്തിക്ക് കുഴക്കുമ്പോൾ എങ്ങനെയാണ് നിങ്ങൾ ചെയ്യാറ് അതുപോലെ അതിനനുസരിച്ച് വെള്ളം എടുത്തിട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇതിലേക്ക് ഇപ്പോൾ കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് സ്പൂൺ വെച്ച് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം കൈ കൊണ്ട് കുഴയ്ക്കാനുള്ള പരുവല്ലേ, ആ പരുവാകുമ്പോൾ നമുക്ക് കൈ കൊണ്ട് നന്നായി തന്നെ കുഴച്ചെടുക്കാം കേട്ടോ. അപ്പോൾ അതാ ചൂടൊക്കെ ആറിയിട്ടുണ്ട്. അതിന് ശേഷം ഞാൻ നന്നായി തന്നെ കുഴച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ അതാ നന്നായി തന്നെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെ നന്നായി തന്നെ വേണം കുഴച്ചെടുക്കാനായിട്ട്. ഒരുപാട് ലൂസും അല്ല, എന്നാൽ ഒരുപാട് അങ്ങോട്ട് കട്ടിയല്ല, ആ ഒരു പരുവാണ് കേട്ടോ വേണ്ടത്. ഇനി ഇത് നമുക്ക് കൈയോടെ തന്നെ നമുക്ക് ഓരോന്നായിട്ട് ബോൾസ് ആക്കി എടുക്കാം. ബോൾസ് ആക്കിയിട്ടല്ല, നിങ്ങൾക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിലും എടുക്കാം. അപ്പം ഞാൻ ബോൾസ് ആക്കിയിട്ടല്ല എടുക്കുന്നത്, ജസ്റ്റ് ഒന്ന് പരത്തി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതുപോലെ കയ്യിൽ നന്നായി തന്നെ ഒന്ന് ഉരുട്ടിയെടുക്കുക. എന്നിട്ട് ജസ്റ്റ് നടുവിലൊന്ന് പരത്തി കൊടുത്താൽ മതി കേട്ടോ. അതായത് ഇതുപോലെ ഇങ്ങനെ വേണമെങ്കിലും എടുക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബോൾസാക്കി എടുക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ നല്ല നീളത്തിലൊന്ന് ഉരുട്ടി കൊടുത്താലും മതി കേട്ടോ. അങ്ങനെ വേണമെങ്കിലും ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ചെറിയ കട്ടാക്കിയിട്ട് അങ്ങനെ വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. നിങ്ങളുടെ ഇഷ്ടം പോലെ നിങ്ങൾക്ക് ഷേപ്പാക്കി എടുക്കാം. അപ്പോൾ അതാ ഇതേപോലെ എല്ലാം തന്നെ ഞാൻ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഇനി എണ്ണ നന്നായി തന്നെ ഒന്ന് ചൂടായതിന് ശേഷം ഇതിലേക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കുക. പിന്നെ ഇടുന്ന സമയത്ത് നല്ല ചൂട് വേണം. അതിന് ശേഷം ഇട്ട് കഴിഞ്ഞാൽ ലോ ഫ്ലെയിമിലാക്കി കൊടുക്കുക. എന്നിട്ട് നന്നായി തന്നെ ഒരു ഗോൾഡൻ ബ്രൗൺ കളറാവില്ലേ, ആ കളറാവുന്നത് വരെ ഒന്ന് വേവിച്ചെടുക്കണം കേട്ടോ. പിന്നെ ഗോതമ്പ് പൊടിയൊക്കെ നന്നായി വെന്തതായതുകൊണ്ട് ഒരുപാട് നേരം ഒന്നും ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. ഒന്ന് കളറൊന്ന് മാറി വന്നാൽ മാത്രം മതി കേട്ടോ. ഇനിയിപ്പോൾ ഇതൊന്ന് എല്ലാം തന്നെ ഒന്ന് ജസ്റ്റ് വിടുത്തി കൊടുക്കുന്നുണ്ട്. ജസ്റ്റ് ഒട്ടി പിടിച്ചിട്ടുണ്ടായിരുന്നു, അപ്പോൾ അതൊക്കെ ഒന്ന് വിടുത്തി കൊടുത്തതിന് ശേഷം ഇതൊരു സൈഡ് ഒന്ന് കളറ് ഈ ഒരു കളറാകുമ്പോൾ നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം കേട്ടോ. അങ്ങനെ എല്ലാ സൈഡും നല്ലൊരു ഗോൾഡൻ കളറായി വരുമ്പോൾ നമുക്ക് ഇത് എണ്ണയിൽ നിന്നും കോരി മാറ്റാം. അപ്പോൾ ഇതെല്ലാം തന്നെ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു കളറാവില്ലേ, ഈ സമയത്ത് നമുക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. എണ്ണയിൽ നിന്ന് കോരുന്ന സമയത്ത് ഹൈ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കുക. അപ്പോൾ എണ്ണ അധികം കുടിക്കില്ല കേട്ടോ. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ തന്നെ നമുക്ക് എല്ലാം തന്നെ ചെയ്തെടുക്കാം കേട്ടോ. നല്ല സിമ്പിളായിട്ട് തന്നെ ഉണ്ടാക്കിയെടുക്കാം. പിന്നെ 2-3 ഇൻഗ്രീഡിയൻസ് മാത്രം മതി തയ്യാറാക്കി എടുക്കാനായിട്ട്. അപ്പോൾ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാം. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ബാക്കിയുള്ളതെല്ലാം അതുപോലെ തന്നെ ഞാൻ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, എളുപ്പത്തിലുള്ള സ്നാക്കാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ഇനിയിപ്പോൾ ഞാനിതാ ഒന്ന് എടുത്തിട്ട് ഒന്ന് പൊട്ടിച്ച് കാണിച്ചു തരാം. പുറമേ നല്ല ക്രിസ്പിയും ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു സ്നാക്കാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.